ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് ഒരു പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എങ്ങനെയാണ് പുളിശ്ശേരി വെക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ശക്കല എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒരു താളിപ്പുള്ളത് കൊണ്ട് ശക്കല എണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനിയുള്ള താളിപ്പിന് നമ്മൾ കടുക് ചേർക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കത് 3/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് സിമ്മിലിരുന്ന് വേകണം. അപ്പം അതിനായിട്ട് നമുക്കിതൊന്ന് ഒരരപ്പ് തയ്യാറാക്കണം. നമ്മുടെ പുളിശ്ശേരിക്ക് സാധാ പുളിശ്ശേരി പോലെ തന്നെ നമ്മൾ ഇതേണ്ട ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി 2 കഷ്ണം ചുവന്നുള്ളിയും 2 കഷ്ണം കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ച് മുരിങ്ങയിലെല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് തണുക്കട്ടെ. തണുക്കതിന് ശേഷം നമുക്കിതിനകത്തോട്ട് തൈര്, നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇതുപോലെയായി വെള്ളമൊക്കെ പറ്റി ഇത് വരുവായി. ഇനി നമുക്കിത് തൈര് ഉടച്ചെടുത്തുകൊണ്ട് അതായത് ഞാനിവിടെ നമുക്ക് ആവശ്യമുള്ള അത്രയും തൈര്, ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഉടച്ചതാണ്. നമ്മുടെ തൈര് നമുക്ക് നോക്കാം. തൈര് ഉടച്ച് കഴിയുമ്പോൾ ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് കഴിക്കാം, പുളിശ്ശേരിയായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്കിത് വറുത്ത് താളിപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മോരും തൈരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കറികളും നമ്മൾ താളിക്കുമ്പോൾ നെയ്യിലാണ് താളിക്കുന്നതെങ്കിൽ അതിന് രുചിയും മണവും കൂടും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി വരുന്നത് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് താളിക്കാം. നല്ലതുപോലെ ഒന്ന് മുട്ടിട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ഇടാം. ഈ താളിപ്പ് നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചിയേറിയ നമ്മുടെ മുരിങ്ങയില പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം പതുക്കെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.